ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിക്കായി സമ്മർദ്ദം. രാഹുലിന് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് BJP ആവർത്തിച്ചു. DYFI സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. MLA ഓഫീസിലേക്ക് SFI മാർച്ചും നടത്തും. രാഹുലിനെ ഒഴിവാക്കി പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുകയാണെന്ന്. MLAക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ട്. അതേസമയം ആരോപണങ്ങൾ അന്വേഷിക്കാൻ KPCC പ്രത്യേക സമിതി രൂപീകരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ 2 ദിവസത്തിനകം പ്രഖ്യാപിച്ചേക്കും. നേതാക്കളുമായി ദീപാദാസ് മുൻഷി ചർച്ച നടത്തി. റോഷിപാൽ, TV പ്രസാദ്, ഇക്ബാൽ ഇറക്കൽ, അലി അക്ബർ ഷാ, നോബിൾ മാരിക്കാരൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം TV പ്രസാദിൽ തുടങ്ങുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അത് പോരാ എന്നാണ് BJP പറയുന്നത്, CPM പറയുന്നത്, DYFI പറയുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ പറ്റാത്ത ഒരാളെ എങ്ങനെയാണ് പാലക്കാട് മണ്ഡലത്തിലെ MLA ആയിട്ട് തുടരാൻ അനുവദിക്കുക? വളരെ ലോജിക്കലായൊരു ചോദ്യമാണ്. പക്ഷേ നേരത്തെ നമുക്കറിയാം, CPM-ലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ഇതേപോലെ പരാതികളിൽ ഉൾപ്പെട്ടിരിക്കുന്ന MLA-മാരെ അതാത് MLA സ്ഥാനത്ത് തുടരാൻ അനുവദിച്ച ചരിത്രമാണ് ഇരു പാർട്ടികൾക്കുമുള്ളത്. വിൻസെന്റ് MLA-യുടെ കാര്യമാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമാണെങ്കിലും മുകേഷ് MLA-യുടെ കാര്യമാണെങ്കിലും PK ശശിയുടെ കാര്യമാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ കാര്യത്തിൽ അത് രാജി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രാജി ഉണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ അങ്ങനെയൊരു സാധ്യതയില്ല. പക്ഷേ അങ്ങനെയൊരു സാധ്യതയില്ലെങ്കിൽ പോലും മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എന്നാണ് CPIM വിലയിരുത്തുന്നത്. അതുതന്നെയാണ് BJPയും വിലയിരുത്തുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലത്തെ വാക്കുകളിൽ അത് വ്യക്തമാണ്. ഈ കാര്യത്തെക്കുറിച്ച് MLA സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കണമെന്ന കരുതലോടെ പ്രതികരണം MV ഗോവിന്ദൻ നടത്താനുള്ള കാരണം അരുണ് നേരത്തെ പറഞ്ഞ മറ്റ് ആളുകളുടെ കാര്യത്തിൽ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെയൊരു പ്രസ്താവന ഉണ്ടായത്. പക്ഷേ CPIM സംസ്ഥാന സെക്രട്ടറി പരസ്യമായി അങ്ങനെ പറയുമ്പോഴും DYFI, SFI പോലെയുള്ള വർഗ ബഹുജന സംഘടനകൾ വളരെ സജീവമായി രാജി ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ അത് തടയും എന്നാണ് ഇന്നലെ പാലക്കാട്ടെ DYFIയുടെ നേതൃത്വം പറഞ്ഞത്. BJP യുവമോർച്ചയും അതേ സ്റ്റാൻഡിൽ തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ച ജനങ്ങളുടെ മുന്നിൽ ഇനിയിപ്പോൾ തുടരാൻ അർഹനല്ല. അതുകൊണ്ട് തന്നെ രാജിവെക്കുന്നത് വരെ പോരാട്ടം എന്ന നിലയിലാണ് BJPയും യുവമോർച്ചയും ഇതിനെ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ DYFIയും SFIയും ശക്തമായ സമരത്തിൻ്റെ പാതയിലുമാണ്. CPIMനെ സംബന്ധിച്ച് ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ സമയത്താണ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ആഞ്ഞടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് കൊണ്ടുപോയി ഒരു പിടിവള്ളി ഇട്ടുകൊടുക്കുന്നതും അത് വലിയ അനുഗ്രഹമായി CPIMന് മാറുന്നതും എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPIMും DYFIയും ഇതിൽ കാര്യമായി ഇടപെടും എന്ന കാര്യം ഉറപ്പാണ്. ഇന്നലെ തന്നെ DYFIയുടെ സംസ്ഥാന നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് ഉൾപ്പെടെ DYFI വലിയ രീതിയിലുള്ള സമരം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അരുൺ, CPIM ഇതിനെ വിലയിരുത്തുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ പോലെയല്ല ഇത് എന്നുള്ളതാണ്. ഇതിൽ പരസ്യമായ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, തെളിവുകൾ വന്നിട്ടുണ്ട്, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ സംഭാഷണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും MLA സ്ഥാനം രാജിവെക്കാതെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടും യുവജന സംഘടനകൾ DYFI, യുവമോർച്ചയും അതുപോലെ BJPയും എടുക്കുകയാണ്. ഓക്കെ, TV പ്രസാദ്, ഞാൻ തിരിച്ചു വരാം. ഞാനൊന്ന് റോഷിപാലിലേക്ക് കൂടി പോയിട്ട് വരട്ടെ. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, പാർട്ടി കരുതലോടുകൂടിയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ഇന്നലെ ശ്രദ്ധേയമായ കാര്യം, സാധാരണ ഇതേപോലെ ഏതെങ്കിലും ആക്ഷേപം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നാൽ ആദ്യം പ്രതികരിക്കുന്ന ചില നേതാക്കളുണ്ട്. VT ബൽറാം, അതേപോലെ ഷാഫി പറമ്പിൽ. ഇവരെ ആരും ഇന്നലെ കണ്ടിട്ടുമില്ല. ന്യായീകരണ തൊഴിലാളികൾക്ക് ഇന്നലെ പൊതുവെ വിശ്രമമായിരുന്നു എന്ന് തോന്നുന്നു. അവരാരും തന്നെ കാര്യമായി രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ല. ചില ഒറ്റപ്പെട്ട ചില വഷളന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പോലെ സ്ലഗ് ഷേമിംഗ് ഒക്കെ നടത്തി എന്നതൊഴിച്ചു നിർത്തിയാൽ പാർട്ടി കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ നീങ്ങുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ഇത്ര നേരത്തെ ആയത് ആശ്വാസമായി എന്നുള്ളതാണ് ചില നേതാക്കളെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കാണുമായിരുന്നെങ്കിൽ എന്തായേനെ എന്നുള്ളതാണ് അവർ ആശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി കരുതലോടുകൂടി പ്രതികരിക്കുന്നു. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതില്ല, പക്ഷേ അയാൾക്ക് ഇനി സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ തത്വത്തിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അപ്പുറത്ത് CPM-ഉം BJP-യും ശക്തമായി പ്രതിരോധം ഉണ്ടാക്കുമ്പോൾ
പാർട്ടി എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് ഋഷിപാൽ? അരുൺകുമാർ, സത്യത്തിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഓഡിയോ പുറത്തു വന്നതാണ് ഇങ്ങനെ രാജിക്ക് വരെ കളമൊരുങ്ങിയത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ തൽക്കാലത്തേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊരാൾക്ക് ചുമതല നൽകി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത്. ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കും, എന്നിട്ട് അന്വേഷണ കമ്മിറ്റി അന്വേഷണം പൂർത്തിയാക്കി രാഹുലിനെ തിരിച്ച് അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു ധാരണയായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് റിപ്പോർട്ടർ ഈ ഗർഭഛിദ്രം ചെയ്യാനുള്ള നിർബന്ധിക്കുന്ന ആ ഓഡിയോ പുറത്തുവിട്ടതോടെ പൂർണ്ണമായും നേരത്തെ ഉണ്ടായിരുന്ന ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളും പൊളിഞ്ഞു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ദേശീയ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും കോൺഗ്രസ് വളരെ കരുതലോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇത് ഇനിയും ചർച്ചയായി ആളിക്കത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ, പ്രത്യേകിച്ച് പാലക്കാട് MLA ആണ്. പാലക്കാട് വലിയ മത്സരത്തിലൂടെയാണ് അവിടെ വിജയിക്കുന്നത്. ഇനിയും സമാനമായ മത്സരത്തിന് അരങ്ങൊരുങ്ങുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും അവിടെ മണ്ഡലം നിലനിർത്തണമെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് കൂടുതൽ ചർച്ചകൾക്ക് അവസരമൊരുക്കാത്തത്. പക്ഷേ എന്നാൽ പോലും സ്ഥിരമായി കോൺഗ്രസിന് വേണ്ടി സൈബർ മേഖലയിൽ എതിരാളികളെ അതിക്രമിക്കുന്നവർ ഇപ്പോഴും അവർ അതിക്രമം തുടരുന്നു. പക്ഷേ നേതാക്കൾ ആരും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നതാണ്. മാത്രവുമല്ല, ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ എന്നതാണ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്നത്. ഏതായാലും ഏറെ വൈകാതെ തന്നെ KPCC സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സമിതിയെ നിശ്ചയിക്കും. ആ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികളെക്കുറിച്ച് ആലോചിക്കുക. ഏതായാലും MLA പദത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM ഒക്കെ നൽകിയതുപോലെ സംരക്ഷണം നൽകില്ല രാഹുലിന് എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത്. പക്ഷേ അതേസമയം തന്നെ വിൻസെന്റിനെതിരെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ MLA പദവി രാജിവെച്ചിട്ടില്ല. ഒപ്പം സമാനമായി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേസ് വന്നപ്പോഴും 2 MLA-മാരും അറസ്റ്റിലായ ഘട്ടത്തിലൊന്നും അവർ രാജിവെച്ചിരുന്നില്ല. പക്ഷേ സമാനമായ സാഹചര്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് അത്. ഒരുപക്ഷെ ഒരു മനുഷ്യത്വവും അല്ലാതെ ഒരു സ്ത്രീയോട് പെരുമാറുന്നതിന്റെ തെളിവാണ്. അതിന്റെ ശബ്ദമാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദമാണ്. ടെലിഗ്രാം, വാട്സപ്പ് ചാറ്റുകളാണ്. ഇനിയുമേറെ വരാനുമുണ്ട്. ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് അത് ഭയപ്പെടുന്നുണ്ട് ആ വിഷയത്തിൽ. അതാണ് അവർ കരുതലോടെ മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യുവമോർച്ചയും DYFയും ഒക്കെ രാഹുൽ MLA പദം രാജിവെക്കണമെന്ന് ആവശ്യമായി രംഗത്ത് വരുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഇതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം. ഇനി എന്തെങ്കിലും തെളിവുകൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ആലോചനയിലേക്ക് പോയേക്കാം. ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ളത് ഈ ഇപ്പോഴുണ്ടായ വലിയ ആഘാതം, ആ മുറിവ് ഉണക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഓക്കെ, താങ്ക് യു റോഷി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നിപ്പോൾ പത്രത്തിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കുകയായിരുന്നു. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയെക്കുറിച്ച് പറഞ്ഞത്. ഇന്നലെ മലയാള മനോരമ പത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നടിയും മാധ്യമപ്രവർത്തകയുടെയും പ്രതികരണം ഒരു 2 കോളം വാർത്തയിലാണ് ഒതുങ്ങിയത്. മാതൃഭൂമിയിലും ഏകദേശം അങ്ങനെ തന്നെ, അകത്ത് വലിയ പ്രാധാന്യമില്ലാതെയാണ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇന്ന് 2 പത്രങ്ങളുടെയും ആദ്യ പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മനോരമ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് കൈവിട്ടു വീണു എന്ന തലക്കെട്ടോടുകൂടിയാണ്. മാതൃഭൂമി ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് മുഖം നഷ്ടപ്പെട്ട് രാജി എന്നതാണ്. സ്ത്രീകളുടെ ആരോപണത്തിൽ പിടിവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ 2 പത്രങ്ങളും 2 കോളം വാർത്തയിൽ ഒതുക്കിയതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നടിയും മാധ്യമപ്രവർത്തകയുമായ പെൺകുട്ടിയുടെ